രേവതിക്കുട്ടിയും മാമച്ചൻ അങ്കിളും കൂടി ടോണിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ടോണിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ടോണിയുടെ അമ്മ പോയി ടോണിയെ വിളിച്ചുകൊണ്ട് വന്നു. ടോണിയോട് പറയുകയാണ്, ഞങ്ങൾക്ക് ടോണിയോട് മാത്രമായി പേഴ്സണലായിട്ട് സംസാരിക്കണം. ഞങ്ങൾക്ക് ഒരു രഹസ്യം പറയാനുണ്ട്. അത് നിങ്ങൾ പിന്നീട് വേണമെങ്കിൽ അച്ഛനോടും അമ്മയോടും പറഞ്ഞോളൂ. പക്ഷേ തൽക്കാലം ഇത് കോൺഫിഡൻഷ്യലായിട്ട് സംസാരിക്കേണ്ടതാണ് എന്ന് പറയുന്നു. അങ്ങനെ ടോണി അവരെയും വിളിച്ചും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ടോണി ചോദിച്ചപ്പോൾ മാമച്ച അങ്കിൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഒരു മകനുണ്ടായിരുന്നു. ഒരു 3.5 വർഷം മുൻപ് അവൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. ടോണി ഭാര്യയുമായി പിരിഞ്ഞ് താമസിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ ടോണി പറയുകയാണ്, അതെ, ഡൈവേഴ്സ് ആയിട്ടില്ല, പക്ഷേ കേസ് നടക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു. അവർക്ക് കല്യാണത്തിന് മുമ്പ് ഒരു ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കുട്ടിയെ പ്രസവിച്ചിരുന്നു. ആ കുട്ടിയെ ഓർഫനേജിലാക്കിയിട്ടാണ് അവൾ എന്നെ കല്യാണം കഴിച്ചത്. ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഭയങ്കര സ്നേഹത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞത്. ഒരു തവണ നാട്ടിൽ വന്നപ്പോൾ ഇവൾ സ്വന്തം വീട്ടിൽ പോയി. അപ്പോൾ ഓർഫനേജ് ചെന്ന് നോക്കിയപ്പോൾ കുട്ടിയെ അവിടെ കാണാനില്ല. വീട്ടുകാർ കുട്ടിയെ അവിടെ നിന്ന് മാറ്റിയിരുന്നു. അതോടുകൂടി അവൾ ആകെ തകർന്നു. ഞങ്ങൾ തിരിച്ച് ഗൾഫിൽ പോയതിന് ശേഷം അവളുടെ സ്വഭാവം ആകെ മാറി. എപ്പോഴും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കും. എന്തെങ്കിലും ചോദിച്ചാൽ പെട്ടെന്ന് ഞെട്ടും. അപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ലാസ്റ്റ് അവളെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത്. ഈ കുട്ടി ഉണ്ടായിരുന്നു. കുട്ടിയെ കാണാത്ത ടെൻഷനിലാണ് അവൾക്ക് ഇങ്ങനെയൊക്കെ വന്നത്. അവളാകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. പക്ഷേ ഇതെല്ലാം അറിഞ്ഞ് ഞാൻ ആകെ തകർന്നുപോയി. ഇത്രയും സ്നേഹത്തിൽ കഴിഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ അവൾ എന്നെ ചതിച്ചല്ലോ എന്ന് ഓർത്ത് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ അവളെ ഉപേക്ഷിച്ചത് എന്നൊക്കെ പറഞ്ഞു. തങ്ങളാരാണെന്ന് മാമച്ചങ്കളും രേവതിക്കുട്ടിയും പറഞ്ഞില്ല. ഇനി ഒരു ദിവസം വന്ന് സംസാരിക്കുക എന്ന് പറഞ്ഞു. ഇപ്പോൾ ടോണി അങ്ങനെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ടോണിയുടെ മൂഡിപ്പം ശരിയല്ല, ഞങ്ങൾ പിന്നെ ഒരു ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് മാമച്ചനങ്കളും രേവതിക്കുട്ടിയും കൂടി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അവർ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. ഗ്രേസമ്മ ആൻറ്റിക്ക് സുഖമില്ലാത്തത് കൊണ്ട് സോഫയിൽ കിടന്നുറങ്ങുകയായിരുന്നു. രേവതിക്കുട്ടി വന്നപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിച്ചു. രേവതിക്കുട്ടി കാര്യങ്ങളൊക്കെ പറയുകയാണ്. നമുക്ക് ടോണിയിലൂടെ കുട്ടിയുടെ കാര്യത്തെക്കുറിച്ച് അറിയാൻ പറ്റും. കുട്ടി ജീവനോടെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ഇപ്പോൾ എന്തായാലും ഒരു പരിചയമായല്ലോ, നമുക്ക് ഇനിയും പോയി കണ്ട് സംസാരിക്കാം എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നു. ഗ്രേസമ്മ ആൻറ്റിക്ക് സുഖമില്ലാത്തത് കൊണ്ട് രേവതിക്കുട്ടി കാലൊക്കെ തടവി കൊടുക്കുകയാണ്. പിറ്റേ ദിവസം രാവിലെ തന്നെ അന്ന് കാണാൻ വന്ന രമേശൻ നായർ വീണ്ടും കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തിനാണ് വന്നതൊക്കെ ഡ്രൈവർ ചോദിക്കുമ്പോൾ ആ കുട്ടിയെ ഞാൻ കണ്ടില്ല, രേവതിക്കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയാണ് വന്നതെന്ന് പറയുന്നു. ഗ്രേസമ്മ ആൻറ്റി ബെല്ലടിച്ചത് കേട്ട് തുറക്കാൻ വന്നപ്പോൾ രേവതിക്കുട്ടിയോട് പറയുന്നുണ്ട്, നീ നോക്കണ്ട, ഞാൻ ആദ്യം പോയി നോക്കട്ടെ ആരാണെന്ന്. അപ്പം നോക്കിയപ്പോൾ രമേശൻ നായർന്ന് മനസ്സിലായപ്പോൾ ഗ്രേസമ്മ ആൻറ്റി ഒന്ന് രേവതിക്കുട്ടിയോട് പറഞ്ഞു, തൽക്കാലം നീ പുറത്തേക്ക് വരണ്ട, അന്ന് നിന്നെ കാണാൻ വന്നില്ലേ, ആ ആളാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നു. രേവതിക്കുട്ടിക്ക് പക്ഷേ ആളിനെ കാണാനൊരു ആകാംക്ഷയൊക്കെ തോന്നുന്നുണ്ട്. ഗ്രേസമ്മ ആൻറ്റി പറഞ്ഞു, വേണ്ട, നീ ഇപ്പോൾ വരണ്ട, അത് എങ്ങനത്തെ ആളാണെന്ന് നമുക്കറിയില്ലല്ലോ, ചിലപ്പോൾ മോശക്കാരനാണെങ്കിലോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല. ഇന്നത്തെ സമൂഹം വളരെ മോശമാണ്. ചിലപ്പോൾ നിന്നെ വഴിയിലേക്ക് വെച്ച് കണ്ടിട്ട് നിന്നെ തട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നവർ വേണമെങ്കിലും ആയിരിക്കാം എന്നൊക്കെ രേവതിക്കുട്ടിയോട് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോകാൻ പറയുന്നു. ഗ്രേസമ്മ ആൻറ്റി വന്ന് ഡോർ തുറന്നു. അപ്പോൾ രമേശൻ നായരെ കണ്ടിട്ട് എന്താ പിന്നെ വന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. എനിക്ക് രേവതിക്കുട്ടിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഇത്രയും രാവിലെ എത്തിയത് അവളുടെ പുറത്തെങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പ് കാണാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊന്ന് കണ്ടാൽ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, എനിക്ക് ഒരുപാട് സ്വത്തുവകകളൊക്കെ ഉണ്ട്, കാശ് ഒരുപാടുണ്ട്, അല്ലാതെ ഞാൻ നിങ്ങളുടെ ഒന്ന് തട്ടിയെടുക്കാൻ വന്നതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്.